அண்ணா ஒரு பியர். ഗുണ്ട എന്നെയാണ് കുണ്ടനല്ല, ഓമനക്കുട്ടൻ. ഓമനക്കുണ്ടൻ അല്ല, ഓമനക്കുട്ടൻ. കട്ടൻ ചായയുടെ ടാ. കുണ്ടൻ ഞാൻ ഫിക്സ് ആയിട്ട് നീ ഫിക്സ് ആയിക്കോ. Cheers. Cheers. എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടോ? വിളിച്ചോട്ടെ. ഡാ, വാടാ. ஒரு ஆம்பளை ஒரு பொம்பளை கூட சேரும்போது செக்ஸ் இல்லைன்னா கிக் கிடையாது. அதே மாதிரி ஒரு ஆம்பளை இன்னொரு ஆம்பளை கூட சேரும்போது സരക്ക് ഇല്ലെന്നാ. അത് കറക്റ്റ് അല്ലേ? ഒരുപാട് താമസിച്ചു, നമുക്ക് പോവാം. ഒന്ന് മിണ്ടാണ്ടിയടാ, ഇപ്പഴല്ല വന്നത്. അയാലും കാത്തിരിക്കണ്ട, കുടിക്കാൻ നോക്ക്. அப்புறம் நீங்க யாரும் லவ் பண்ணலையா? ദിവനും ലവ് പண்றேன். ഇവൻ അങ്ങനെയൊന്നുമില്ല, ആരെ കണ്ടാലും ലവ് പண்றேன் അല്ലേ? ഉനക്ക് എനിക്ക് ഈ പൊമ്പളകളെ എനിക്ക് ഈ പെണ്ണുങ്ങളെ വിശ്വാസമില്ല. എനിക്ക് അവരുടെ പെർഫ്യൂമിനാണ് അതിനെല്ലാം വിശ്വാസം. ஆனால் எனக்கும் அப்படிதான். எனக்கு பிடிச்ச ஒரு பொம்பளை வாசனை மேகனா மட்டும்தான். മേഘ്ന ക്ലബ് മാനേജറാ? ஆமாம், அவளே தான். ആ അതൊക്കെ ശരി. പക്ഷെ ഈ സ്വന്തം ഗേൾഫ്രണ്ടിനെ ക്ലബിലൊക്കെ പണിയെടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ട്. വെരി ബാഡ് പെർഫോമൻസ്. நானா விட்டேன், அவ என்னோட முன்னாள் காதலி. ഓ, 3 നാള്? യു മീൻ 3 days? പഴയത് ഓമനക്കുണ്ട, ഓമനക്കുട്ടൻ. അവ എന്നോட എക്സ് ലവ്. അത്ര വലിയ കാമുകയാണെങ്കിൽ പിന്നെ ഈ ഒളിച്ചും പാത്തുള്ളവരുടെയൊക്കെ വിളിച്ചോണ്ട് പോകൂട്. அது ஒரு பெரிய கதை. நான் பணத்து மேலே இருந்த ஆசையில் நிறைய தப்பான வழிப்பு. அதில் நான் பெருசாக மிஸ் பண்ணது மேகனா மட்டும்தான். எப்படியாவது மேகனா இங்கேருந்து கூட்டு போகணும். അത്ര എളുപ്പത്തിൽ അവളെ ഞാൻ കൂട്ടിയിട്ട് പോകാന്ന് വിചാരിക്കുന്നത് തെറ്റാണ് പോയി. எனக்கு தெரியும் அவ்வளோ ஈஸியான விஷயம் இல்லைன்னு. பட் எப்படியாவது கூட்டு போகணும். உங்களை பார்த்தா ரொம்ப நல்லவங்கமா தெரிஞ்சிச்சு, அதான் உங்ககிட்ட சொன்னேன். உன்னை பார்த்தா ரொம்ப நல்லவமா தெரிஞ்சிச்சு. நீங்க தான் ஹெல்ப் பண்ணணும். എടാ ഓമനക്കുട്ടാ, നീ എന്തിനാ അയാളെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത്? ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഓടിപ്പോ ഉണ്ടായിരുന്നല്ലോ അയാളുടെ കൈ പിടിക്കാനായിട്ട്. അത് അയാൾ എന്നെ കണ്ടിട്ട് ഉന്നപ്പാത്ത നല്ല ആള് മാതിരി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വീണ് പോയതാ. എന്റെ ഓമനക്കുട്ട, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഏണിയാരിക്കാറുണ്ട. എടാ, അല്ലെങ്കിലും എങ്ങനെ നമ്മൾ അയാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞേ. അയാൾക്ക് വേണ്ടത് നമ്മുടെ ഹെൽപ്പൊന്നുമല്ല, പിന്നെ ഉമ്മൻ വഴി അയാൾക്ക് അവിടെ കയറണം, മേഘനെ മുട്ടണം, അതന്നെ. എടാ, ഉമ്മൻ പറഞ്ഞത് വെച്ച് മേഘനയ്ക്ക് അതിനകത്തുള്ള പരിപാടിയൊക്കെ ഉള്ളൂ. അതിന് പുറത്തേക്കൊന്നും അവന്മാർ വിടാൻ പോകുന്നില്ല. അവിടെ നിന്ന് ഒരു വലിയ കാട്ട ഏണിയും ചുമന്നുണ്ടല്ലോ ഇങ്ങോട്ട് പോന്നേ. ഇനി ഇവിടെ നിന്നും ചാരണോ ഏണി. നമ്മൾ ഇതോടെ അയാളുടെ കമ്പനി വിടുന്നു, അത്രേ ഉള്ളൂ. ഗ്ലാസ് என்னங்கடா பார்த்து பார்க்காத மாதிரி போறீங்க? மாட்டி விட்டேன் பயமா? அப்படிയൊന്നും ഇല്ല. ஏத்தி நைட்டு ஏதோ போதையில பேசுனது. குடிக்கலன்னு விட்டுற வேண்டியதானே?
എന്തായിരുന്നു എന്തെങ്കിലും പറ്റിയാ? എവിടെ പോലും പണ്ടാ இந்த வண்டியில ஏன்டா நீங்க ഞങ്ങൾ ഓടിയപ്പോ പെട്ടെന്ന് വണ്ടി മാനേജർ കുട്ടി ദേ കുട്ടി കിടക്കണ നമ്മുടെ മാനേജർ அந்த கேப்ல தூக்கிட்டேன் ഇത് പ്രശ്നമാവട്ടാ. കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഇതെന്തോ കിഡ്നാപ്പിംഗ്. எல்லாம் பேசுறதுக்கு எங்கடா டைம் அப்புறம் பேசிக்கலாம் ടൈമില്ല. എടാ ഉമ്മൻ ഇതിപ്പോ നമ്മളും പെട്ടോലെ ഉണ്ടാ. പെട്ടെന്ന് ഇവിടുന്ന് മാറണം. അവനെ മാറ്റണം. നമുക്കിവിടെ ഇറങ്ങാം. ഇത് പ്രശ്നമാവട്ടാ. മതി മതി നിർത്ത് നിർത്ത് ഇവിടെ നിർത്ത്. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഓക്കെ താങ്ക്സ്. ആ കുട്ടിയുടെ ആ പെണ്ണിന്റെ ഇതിനിടയിലാ. എടാ സണ്ണി ഇതുവരെ ആയില്ലേ? അവന്മാരൊക്കെ എത്തിക്കഴിഞ്ഞാൽ പണി പാളൂട്ടാ. എന്നായി കിട്ടിയാ? കിട്ടുന്നില്ലടാ. ട്രൈ നോക്ക്, കിട്ടും. ഇത് എവിടെ പോയി കിടക്കണം? ഇത് അവന്മാരല്ലേ? ഓടിക്കോട്ടാ. അവന്മാരെത്തിട്ടാ. ആണോ? അവന്മാരെത്തി. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഓടാൻ നിന്ന് ഈ ലോകം മുഴുവൻ ഓടേണ്ടി വരും. തിരിച്ചടിക്കണം. എന്താണ് തീ ഇളക്കണേ? ഇതെങ്ങോട്ട് നീങ്ങാനാണ് ഇതിന്റെ ഇടയിൽ നിന്ന്? ഭയങ്കര ഡയലോഗായിരുന്നല്ല. പിന്നെ കണ്ണുവെട്ടിക്കണോ മരത്തില്ലേ കൊമ്പും കുറുടിയൊക്കെ ഇട്ടു. എന്റെ അണ്ണ ആ തോക്ക് കൊഞ്ചം താഴെ ഇട്. ആരും ഓടല്ലേ. അണ്ണാ തോക്ക് തല അറിയാമ പൊട്ടരുത് ബ്രെയിൻ. എടാ മിണ്ടാണ്ടിരിക്കടാ. ഉയിന്ന് വെച്ച് മിണ്ടരുന്നാണ്. പേടിക്കാറില്ല തോക്കിരിക്കണേ. ഉമ്മൻ പുറത്തില്ലേ? അവൻ നോക്കിക്കോളൂ. ഇവന്മാരല്ലേ നമ്മളെ പിടിച്ചിട്ട് ഈ സാധനം ഒന്ന് ഇട്ടോട്ട്. എന്റെ മുട്ടിന് ചെറിയ പ്രശ്നമുണ്ട്. നമ്മളെല്ലാരും എന്തിനാ ഈ തോക്കിനടിയിൽ അപ്പിടായിരിക്കണോണ്ടിരിക്കണത്? ഇത് ശരിയാവൂല കേട്ടോ. ஓவரா சத்தம் போடா சுட்டுவேன். எதுவா இருந்தாலும் போஸ் கிட்ட பேசு. ആരാടാ ഈ ബോസ്? എന്ത് ഡീലിനെ ഞാൻ കറക്റ്റ് എന്ത് ഞാൻ സഹിക്കും. പക്ഷേ എനിക്കിട്ടങ്ങ് പണിതേച്ച് പോകാൻ മാത്രം കരുതണ്ട. ചേട്ടാ ഇവരൊക്കെ പാവങ്ങളാ.
എല്ലാം ഞാൻ കാരണം. നിനക്കൊറ്റയ്ക്ക് മേഘന എന്റെ പമ്പിന്ന് പൊക്കാം. പബ്ബു പബ്ബു എന്റെ പമ്പിന്ന് കടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരെ രക്ഷപ്പെടുത്താൻ നോക്കും വേണ്ട. അതുകൊണ്ട് സത്യം എന്താന്ന് പറ, ആ പെണ്ണെവിടെ? അയ്യോ ആ പെണ്ണീസായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങനെ ഒന്നുമല്ല. അനിയ പോണ്ടിച്ചേരി കാണാൻ വന്ന കണ്ടിട്ട് പോക്കോണം, അല്ലാതെ പാസ് പിസ്റ്റിന്റെ പെണ്ണിനെ തട്ടിക്കൊണ്ടു പോവാന്ന് വിചാരിക്കരുത്. വെറുതെ തടി കേടാക്കണ്ട് കാര്യം പറ. ഞാൻ കെട്ടുന്ന കൊട്ടാരത്തിന്റെ ഒരു കല്ലല്ലെങ്കിൽ താഴെ വീണാൽ അതിന്റെ ബാക്കി കെട്ടാൻ എനിക്ക് വേറെ കല്ല് വേണ്ട. ആദ്യം ഞാൻ അവളെ ഇവിടെ കൊണ്ടുവരും, പിന്നെ അവൻ അവളെ കൊണ്ടുപോയവൻ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് കാണണം. പോവാം പോവാം. കല്ല് കൊട്ടാരം പെണ്ണ്. എന്തിനാണ് എല്ലാവരും കൂടി ഇങ്ങനെ കെട്ടിയെടുത്ത് എന്റെ ജീവിതം നശിപ്പിക്കാനായിട്ട്? ഉള്ള ജോലിയും പോയി. നീയല്ലേ ആദ്യം കെട്ടിയെടുത്ത് ഇവിടെ വന്നിരുന്നത്? നീയൊക്കെ കാരണാടാ ഞാൻ ഇങ്ങനെ കെട്ടിയെടുക്കേണ്ട വന്നേ. എന്താണ് ഇവനെന്ത് പറ്റി? ഞാൻ നിങ്ങൾക്ക് അവിടെ വല്ല ഉപദ്രവം ചെയ്തോ? മര്യാദക്ക് ജീവിച്ചിരുന്നല്ലേ? വേറെ എന്തെങ്കിലും ദ്രോഹം ചെയ്തോ? അതിനിടയിൽ ഇവനെയും കെട്ടിയെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ആന്ധ്ര നീ ഇവനെ പറഞ്ഞ അല്ല ഞാൻ ഒന്ന് പറയണോ? പ്രശ്നം എന്താടാ? എടാ, നീയൊക്കെ കാരണം എന്റെ ജീവിതം പോയി. എനിക്ക് മനസ്സിലാവണം എന്തേ പറഞ്ഞത്? എന്നടാ? ഇതെവിടെടാ ഈ സത്തം? എടാ, ഉമ്മ നീ പറ്റില്ലേ? വിടടാ, വിടടാ അവരെ.